ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾ ദയുമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് ആണ്. എവിടെയാണ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യാനായിട്ട് പാടില്ലാത്തത്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. SSCക്ക് വേണ്ടിയിട്ടുള്ള മികച്ച കണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഓക്കെ, നമ്മുടെ റൂൾസിലേക്ക് അടക്കാണ്. ആർട്ടിക്കിൾ ദമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് ആണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ടു റെഫർ ടു സംതിങ് സ്പെസിഫിക്, യുണീക്ക് ഓർ ഓൾറെഡി നോൺ. 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ്? സ്പെസിഫിക് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾറെഡി നോൺ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സ്പെസിഫിക് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, ഓൾറെഡി നോൺ ആയിരിക്കണം. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ദ ബോയ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ദ ബോയ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ബോയിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ഇപ്പൊ യുണീക്ക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ദ സ്കൈ എന്ന് പറയുമ്പോൾ വേറെ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലേ, അത് മാത്രമുള്ള വേറെ ഒന്നുമില്ല. അത് യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ എർത്ത് എന്ന് പറയുന്നത്. ഓൾറെഡി നോൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സെന്റൻസിൽ ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെ വീണ്ടും നമ്മൾ എടുത്ത് പറയുമ്പോഴാണ് അതിനെ ഓൾറെഡി നോൺ എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദർ ലിവ്ഡ് എ കിങ്. ഇത് ആദ്യത്തെ സെന്റൻസ് ആണ്. രണ്ടാം സെന്റൻസ് പറയാണ് ദ കിങ് വാസ് ബ്രേവ്. എന്താ പറയുന്നത്? ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിട്ട് ദർ ലിവ്ഡ് എ കിങ്, രണ്ടാമത്തേല് ദ കിങ് വാസ് ബ്രേവ്. ആദ്യത്തെ സെന്റൻസിൽ കിങ് എന്ന് പറയുന്ന ആളുടെ കൂടെ യൂസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ എ ആണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസിലേക്ക് വരുമ്പോൾ അത് ദ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആദ്യത്തേതിൽ നമ്മളൊരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ദർ ലിവ്ഡ് എ കിങ് എന്ന് പറയുമ്പോൾ ഒരു രാജാവ് ജീവിച്ചിരുന്നു എന്ന് പറയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് ആ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി നമുക്ക് എന്താണ്, ഈ രാജാവിനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അവിടെ ഓൾറെഡി നോൺ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 3 തരത്തിലാണ് നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുന്നത്. ഒന്ന്, സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. 2, യുണീക്ക് ആണെങ്കിൽ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. 3ാമത്, ഓൾറെഡി നോൺ എന്നുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ആർട്ടിക്കിൾ ദനെ കുറിച്ച് പറയാൻ പറ്റുക. ഇനി ആർട്ടിക്കിൾ ദ നമ്മൾ ചില പ്രോപ്പർ നൗണുകളുടെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെസേർട്സിന്റെ കൂടെ യൂസ് ചെയ്യും. എക്സാമ്പിൾ ആണ് ദ സഹാറ എന്ന് പറയുന്നത്. ഓഷ്യൻസിന്റെ കൂടെ യൂസ് ചെയ്യും. ദ പസഫിക് ഓഷ്യൻ അല്ലെ. സീ, ദ കോറൽ സീ, ദ അറേബ്യൻ സീ എന്ന് പറയും നമ്മൾ. റിവേഴ്സ് എന്താണ്? ദ നൈൽ. മൗണ്ടെയിൻ റേഞ്ചസ്, ദ ഹിമാലയാസ്. മൗണ്ടെയിൻ റേഞ്ചസിന്റെ കൂടെ പറയും, പക്ഷെ എന്ത് പറയില്ല? മൗണ്ടെയിൻ പീക്കിന്റെ കൂടെ നമ്മൾ പറയില്ല. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്റെ കൂടെ പറയും. എക്സാമ്പിൾ ആണെന്ത്? ആൻഡമാൻസ് എന്ന് പറയുന്നത്. ബേസ്, ഗൾഫ്, കനാലിന്റെ കൂടെയൊക്കെ പറയും. ദ ബേ ഓഫ് ബംഗാൾ, ദ സ്യൂസ് കനാൽ എന്നൊക്കെ പറയും അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പ്രോപ്പർ നൗണുകളുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുന്ന പറയാം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ല, ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കൂടിയും ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ദ ഗിറ്റാർ എന്ന് പറയും, ദ പിയാനോ എന്ന് പറയും, ദ വയലിൻ എന്ന് പറയും. അതുപോലെ അടുത്ത് പറയാണ് ന്യൂസ് പേപ്പേഴ്സിന്റെ പേര് നമുക്കറിയാം. ദ ഹിന്ദു എന്ന് പറയാം അല്ലെ. നമ്മള് ദ ഹിന്ദു എന്ന് പറയും, ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയും, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയും. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിന്റെ പേരിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ദ യൂസ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കൺട്രീസ് റിട്ടൺ ഇൻ അബ്രിവിയേറ്റഡ് ഓർ പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോമിലോ അബ്രിവിയേറ്റഡ് ആയിട്ടുള്ള ഫോംസിലോ ഉള്ള രാജ്യങ്ങൾ. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കനെ നമ്മൾ എങ്ങനെ USA എന്നാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ USA എന്ന് പറയും. യുണൈറ്റഡ് കിങ്ഡം ദ UK, ദ UAE, ദ USSR അല്ലേ. അപ്പോൾ അബ്രിവിയേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദ യൂസ് ചെയ്യുന്ന പറയാണ്. അടുത്തത് പറയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന്റെ കൂടെ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആർ ഓൾവേസ് പ്രൊസീഡഡ് ബൈ ദ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് സൂപ്പർലേറ്റീവ് എന്ന് പറയാം? നമുക്കറിയാം
3 ഡിഗ്രീസ് ഉണ്ടല്ലേ. ഒന്ന് എന്താണ് നമുക്കറിയാം, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്, പോസിറ്റീവ് ഡിഗ്രി അല്ലെ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇങ്ങനെ 3 ഡിഗ്രീസ് ആണ്. അതിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. പോസിറ്റീവ് ഗുഡ് ആണ്, കമ്പാരിറ്റീവിലേക്ക് വരുമ്പോൾ ബെറ്റർ ആയിട്ട് മാറും, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അവിടെ എന്തായിട്ട് മാറും, അത് ബെസ്റ്റ് ആയിട്ട് മാറും. ഈ ബെസ്റ്റ് എന്ന് പറയുന്ന ആ സംഭവം യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യണം, ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാന്ന് പറയണം. അപ്പൊ എന്താണ്, സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആർ ഓൾവേസ് പ്രിസീഡഡ് ബൈ ദ. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടായിരിക്കണം, ദ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ആണ് ദ ബെസ്റ്റ് ബുക്ക്. ദ ബുക്ക് എന്ന് മാത്രമല്ല പറയാം നമ്മൾ, എന്താണ് ദ ബെസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആയതുകൊണ്ടാണ് ദ യൂസ് ചെയ്തത്. ദ ഡാർക്കസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ദ ഡാർക്കസ്റ്റ് ക്ലൗഡ്, ദ മോസ്റ്റ് ഇന്റലിജന്റ് സ്റ്റുഡന്റ്. ദ വരാൻ കാരണം മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. അടുത്ത പറയാണ് കമ്പാരിറ്റീവ് സ്ട്രക്ചർ യൂസിങ് ദ. കമ്പയർ ചെയ്യുന്ന ഒരു സമയം ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് എപ്പോൾ കമ്പയർ ചെയ്യാന്ന് പറയാണ്. അതിന്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. കോറിലേറ്റീവ് കമ്പാരിറ്റീവ്സ് പറയാണ്. ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി, ദ പ്ലസ് കമ്പാരിറ്റീവ്. ഇതൊരു സ്ട്രക്ചറാണ്. ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ സെന്റൻസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടായിരിക്കണം, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടായിരിക്കണം, ദ ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്ത് തന്നെയാണ്, ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾസ് പറയാണ്, ദ ഹയർ യു ഗോ ദ കൂളർ ഇറ്റ് ബിക്കംസ്. ദ ഫാസ്റ്റർ you walk, the sooner you reach. The more sugar you add, the sweeter it gets. അപ്പൊ ഇവിടേക്ക് എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രീസിന്റെ കൂടെ ദ യൂസ് ചെയ്തേക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള റൂൾ എന്താണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന്റെ കൂടെയാണ് ദ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെയും ദ യൂസ് ചെയ്യും. ആ കേസസിൽ ഒരെണ്ണം എന്താണ്, ഈ ഒരു സ്ട്രക്ചറിൽ വരാണ്. ദ പ്ലസ് കമ്പാരിറ്റീവ്, ദ പ്ലസ് കമ്പാരിറ്റീവ് ആണെങ്കിൽ അത് കറക്റ്റ് ആണ്, അത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കരുത്, മുമ്പിൽ കണ്ടിട്ടുള്ള റൂള് പ്രകാരം. രണ്ടാമത്തെ കേസ് പറയാണ് ചോയ്സ് ബിറ്റ്വീൻ ടു. 2 കാര്യങ്ങളുണ്ട്, ആ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയാനായിട്ട്. അതായത് ചോയ്സ് ബിറ്റ്വീൻ ടു എന്ന് പറയാണ്, 2 സംഭവങ്ങളുണ്ട്, അതിൽ നിന്ന് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ദ പ്ലസ് കമ്പാരിറ്റീവ് യൂസ് ചെയ്യുക. ഇവിടെ നോക്കുക എക്സാമ്പിൾ, ഹി ഈസ് ദ ബെറ്റർ ഓഫ് ദ ടു. 2 പേരുണ്ട്, അതിൽ അവനാണ് ബെറ്റർ എന്ന് പറയാനായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കില്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യില്ല. 2 പേരാണെങ്കിൽ അവിടെ കമ്പാരിസൺ മാത്രമേ നടക്കുകയുള്ളൂ. ഷീ ഈസ് ദ പൂറർ ഓഫ് ദ 2 വുമൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, ദ പൂറർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ്. അവിടെ 2 പേരാണെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹി ഈസ് ദ ബെറ്റർ കാൻഡിഡേറ്റ് ഓഫ് ദ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്, 2 ആണ്. അപ്പോൾ മനസ്സിലാക്കുക, 2 പേരുണ്ട്, 2 ചോയ്സസ് ഉണ്ട്, അതിൽ നിന്ന് ഒന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, കമ്പാരിറ്റീവ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ദ യൂസ് ചെയ്യുന്ന 2 കേസസ് ആണ് ഡിസ്കസ് ചെയ്തത്. കേസ് 1ഉം കേസ് 2. കേസ് 1 കോറിലേറ്റീവ് കമ്പാരിറ്റീവ്സും, കേസ് 2 എന്ന് പറയുന്നത് ചോയ്സ് ബിറ്റ്വീൻ 2 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത് മെറ്റഫോറിക്കൽ യൂസ് എന്ന് പറയണം. മെറ്റഫോറിക്കൽ യൂസ് എന്താണ്, വെൻ വൺ പേഴ്സൺ ഓർ പ്ലേസ് ഈസ് കമ്പയർഡ് മെറ്റഫോറിക്കലി ടു അനദർ ദ ഈസ് യൂസ്ഡ്. ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ മെറ്റഫോറിക്കലി നമ്മൾ ശരിക്കും പറയാല്ലേ, മെറ്റഫോറിക്കലി പറയാണെന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഹീ ഈസ് ദ മഹാത്മാഗാന്ധി ഓഫ് അവർ ക്ലാസ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, അവള് ഇവിടുത്തെ ഐശ്വര്യ എന്നൊക്കെ പറയില്ലേ, അവൻ കട്ടപ്പനയിലെ ഹൃതിക് റോഷനാന്നൊക്കെ പറയുമ്പോൾ ഹീ ഈസ് ദ ഹൃതിക് റോഷൻ ഓഫ് കട്ടപ്പന എന്ന് പറയാം. അതായത് യഥാർത്ഥത്തിൽ അവനല്ല, പക്ഷെ എന്താണ്, മേ ബി അവൻ അത് ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആവാനായിട്ട്, അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളെന്താണ് മെറ്റഫോറിക്കലി പറയുന്നതാണ്, ഇവൻ ഇവിടുത്തെ ഗാന്ധിജിയാണെന്ന് പറയും. ഇവൻ ഇവിടുത്തെ ഗാന്ധിജിയാന്ന് പറഞ്ഞാൽ അവൻ ഗാന്ധിജി ആണെന്നല്ല അർത്ഥം, ഗാന്ധിജി പൊസസ് ചെയ്യുന്ന ക്വാളിറ്റീസോ ക്യാരക്ടേഴ്സോ ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്ത് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെന്റൻസുകളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. ഡൽഹി ഈസ് ദ പാരീസ് ഓഫ് ഇന്ത്യ. അപ്പൊ അവിടെ എന്താണ്, ഡൽഹിനെ പാരീസുമായിട്ട് കമ്പയർ ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴാണ് ഡൽഹി ഈസ് ദ പാരീസ് ഓഫ് ഇന്ത്യ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ ആണെന്ത് അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് പറയാണ്, വെൻ എ കോമൺ നൗൺ പ്ലസ് പ്രോപ്പർ നൗൺ ആർ യൂസ്ഡ് ടുഗദർ ദ ഇസ് മാൻഡേറ്ററി. നമ്മുടെ ഒരു സെന്റൻസിലോ ഒരു കോമൺ നൗൺ വന്നിട്ടുണ്ട്, ഒരു പ്രോപ്പർ നൗൺ വന്നിട്ടുണ്ട്. എന്താ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ
നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് സാധാരണ. ഇപ്പോൾ നമ്മൾ പറയാണ് റിവർ എന്ന് പറയണം. റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജലാശയം, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പോണ ജലാശയത്തെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും എന്താണ് റിവർ എന്ന് പറയുക. അത് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് അല്ലെ. ഇപ്പൊ സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തും സിറ്റി ഉണ്ടായിരിക്കും അല്ലെ, കോമൺ ഉള്ള ഒരു പേരാണ്. നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എന്താണ് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ഥലത്ത് സിറ്റി ആയിട്ട് മാറണം അല്ലെ, അപ്പൊ അത് പ്രോപ്പർ നൗൺ ആണ്. കൊച്ചി എന്ന് പറയുമ്പോൾ എന്താണ് അത് പ്രോപ്പർ നൗൺ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സെന്റൻസിൽ ഒരു കോമൺ നൗണും ഒരു പ്രോപ്പർ നൗണും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ദ റിവർ നൈൽ എന്നാ പറയാ. കാരണം എന്താണ്, അവിടെ റിവർ എന്ന് പറയുന്നത് കോമൺ നൗണും നൈൽ എന്താണ് അവിടുത്തെ പ്രോപ്പർ നൗൺ ആണ്. ദ സിറ്റി ഓഫ് ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ സിറ്റി കോമൺ നൗണും ന്യൂയോർക്ക് എന്താണ് അവിടുത്തെ പ്രോപ്പർ നൗൺ ആയതുകൊണ്ടാണ് ഇവിടെ ആദ്യം എന്ത് വന്നത്, ദ വന്നിട്ടുള്ളത്. അടുത്ത് പറയുന്നത് യുണീക്ക് ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലെ യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പറയാനായിട്ട് ദ യൂസ് ചെയ്യും. എക്സാമ്പിൾ ആണെന്ത്, ദ സൺ, ദ മൂൺ, ദ എർത്ത്, ദ സ്കൈ. അപ്പോൾ യുണീക്ക് ഒബ്ജക്ട്സിനെ പറയാനായിട്ടെന്ന് നമ്മൾ ഓൾറെഡി സെന്റൻസ് ആർട്ടിക്കിൾ ദ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് പറയുന്നത് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനായിട്ടും ദ യൂസ് ചെയ്യും. നെയിം ഓഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ബ്രാഞ്ചസ് ആൻഡ് ആംഡ് ഫോഴ്സസ് ടേക്ക് ദ. അപ്പോൾ ഇതൊക്കെ എന്താണ് ദ യൂസ് ചെയ്യും. ദ ജുഡീഷ്യറി, ദ ഇന്ത്യൻ ആർമി, ദ സുപ്രീം കോർട്ട്, ദ സൊസൈറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരൊക്കെ എന്താണ് നമ്മൾ കുറെ ചില കാര്യങ്ങളിലൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ ദ യൂസ് ചെയ്യണം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ഒരു 10 കേസസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു 10 കേസസിൽ എന്തായാലും ആർട്ടിക്കിൾ ദ വരണം. ഈ ഒരു കേസസിൽ ആർട്ടിക്കിൾ ദ വന്നിട്ടില്ലെങ്കിൽ അവിടെയാണ് മിസ്റ്റേക്ക് ഉണ്ടാവുക. കൂടുതലായിട്ടും എറർ കറക്ഷന്റെ ക്വസ്റ്റ്യൻസിലാണ് ഇതുപോലെയുള്ള എറർ കറക്ഷനുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാറുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു 10 കാര്യങ്ങളിൽ നമ്മൾ ആർട്ടിക്കിൾ ദ എവിടെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒമിഷൻ ഓഫ് ദ ആർട്ടിക്കിൾ ദ ആണ്, അതായത് ആർട്ടിക്കിൾ ദ എവിടെയാണ് യൂസ് ചെയ്യാനായിട്ട് പാടില്ലാത്തത്. അപ്പൊ ഇത്രയും നേരം ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണ കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാനായിട്ട് പാടില്ലാത്ത കേസസ് പറയുന്നത് ഇവിടെ പറയാണ്, ഇൻ സെർട്ടൈൻ കേസസ് നോ ആർട്ടിക്കിൾ എ ഓർ ആൻ ഓർ ദ ഈസ് യൂസ്ഡ് ബിഫോർ സ്പെസിഫിക് നൗൺസ്. അപ്പോൾ ചില കേസസിൽ സ്പെസിഫിക് നൗൺസിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല. എയും യൂസ് ചെയ്യില്ല, ആനും യൂസ് ചെയ്യില്ല, ദയും യൂസ് ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ ഏതൊക്കെയാണ് കേസസ് എന്നോട് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് നെയിം ഓഫ് സിറ്റീസ്. ഇവിടെ പറയാം നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ സിറ്റി നെയിംസ്. സിറ്റികളുടെ പേരുകൾ പറയുന്ന സമയത്ത് നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യില്ല. ഇപ്പോ ഡൽഹി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ദ ഡൽഹി എന്ന് പറയില്ല. ലണ്ടൻ എന്ന് പറയുമ്പോൾ ദ ലണ്ടൻ എന്ന് പറയില്ല. റീസൺ എന്ന് പറയുന്നത് അത് സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പൊ ഡൽഹി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഏതാണ് ആ ഒരു ഏരിയ എന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലണ്ടൻ എന്ന് പറയാൻ സിഡ്നി, ലോസ് ഏഞ്ചൽസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാറില്ല. അടുത്തത് പറയുന്നത് നെയിം ഓഫ് കൺട്രീസ്. രാജ്യങ്ങളുടെ പേര് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യില്ല. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ കൺട്രി നെയിംസ് അൺലെസ് ദേ ആർ അബ്രീവിയേറ്റഡ് ഓർ പ്ലൂറൽ. അപ്പോൾ അബ്രീവിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലൂറൽ അല്ലെങ്കിൽ അബ്രീവിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആർട്ടിക്കിൾ ദ അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഓസ്ട്രേലിയയുടെ കൂടെ ദ ഓസ്ട്രേലിയ എന്ന് പറയണ്ട. ഇംഗ്ലണ്ട് ആണെങ്കിൽ ദ ഇംഗ്ലണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ എക്സെപ്ഷൻ പറയാണെന്ത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA എന്നാണെങ്കിൽ ദ USA എന്ന് തന്നെ പറയണം. ദ UK എന്ന് പറയണം, ദ UAE എന്ന് പറയണം. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്ന് നമ്മൾ എന്ത് പറഞ്ഞു, സിറ്റി പറഞ്ഞു, പിന്നെ പറഞ്ഞതാണ് നെയിം ഓഫ് കൺട്രീസ്. ഇവരുടെ കൂടെ എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യില്ല. ആർട്ടിക്കിൾ ദ അല്ല, ഒരു ആർട്ടിക്കിൾ നമ്മൾ അവിടെ യൂസ് ചെയ്യില്ല. അടുത്ത നെയിം ഓഫ് കോണ്ടിനെന്റ്സ്. കോണ്ടിനെന്റ്സിന്റെ നെയിം പറയുമ്പോൾ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, അങ്ങനെ കോണ്ടിനെന്റുകളുടെ പേര് പറയുമ്പോഴും എന്ത് ചെയ്യില്ല, നമ്മൾ അവിടെ അതിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പൊ അതൊക്കെ ഏഷ്യ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലെ, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ യൂറോപ്പ് എന്ന് പറഞ്ഞാലും ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നേ ഉള്ളൂ. അപ്പൊ അത് സ്പെസിഫിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, നമ്മൾ അവിടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ സ്ട്രീറ്റ്സ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ സിറ്റി പറഞ്ഞു, രാജ്യങ്ങളുടെ പറഞ്ഞു, കോണ്ടിനെന്റ്സ് പറഞ്ഞു, ഇപ്പൊ സ്ട്രീറ്റ്സ് പറയാണ്. അപ്പൊ അവിടെ എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ആ സ്ട്രീറ്റ് അതാണ് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത് പറയുന്നത് നെയിം ഓഫ് സിംഗുലാർ ലേക്സ് ഓർ ബേസ്
അതായത് സിംഗുലാർ ലേക്സിന്റെയോ ബേസിന്റെയോ പേരുകൾ പറയുമ്പോഴും എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ യൂസ് ചെയ്യില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു രാജ്യങ്ങളുടെ പേര് പറഞ്ഞു, സിറ്റിയുടെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ കോണ്ടിനെന്റ്സിന്റെ പേര് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ലേക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ ഒന്നും തന്നെ യൂസ് ചെയ്യില്ല. ഇവിടെ പറയാണ് നെയിം ഓഫ് മൗണ്ടെയിൻ പീക്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൗണ്ടെയിൻ പീക്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വിത്ത് ഇൻഡിവിജ്വൽ മൗണ്ടെയിൻ പീക്സ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൗണ്ടെയിൻ പീക്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. മൗണ്ട് എവറസ്റ്റ് ആണെങ്കിൽ ദ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. മൗണ്ട് ഫിജി, അതുപോലെ മൗണ്ട് ബിന്ദു, ഇവിടേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആർട്ടിക്കിൾ ഒന്നും തന്നെ അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. മൗണ്ടെയിൻ റേഞ്ചസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ദ യൂസ് ചെയ്യും. ദ ഹിമാലയാസ് എന്ന് പറയും, ദ ആൽപ്സ് എന്ന് പറയും. അപ്പോ ഓർത്ത് വെക്കുക, മൗണ്ടെയിൻ പീക്സ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, ഇപ്പൊ എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, നമുക്ക് ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ 2-3 എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആർട്ടിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ദായാണ് കൂടുതലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറുള്ള ആർട്ടിക്കിൾ. അടുത്തത് നെയിം ഓഫ് സിംഗിൾ ഐലൻഡ്സ്. സിംഗിൾ ഐലൻഡ്സിന്റെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സിംഗിൾ ലേക്സ് എന്ന് പറഞ്ഞപ്പോ സിംഗിൾ ആയിട്ട് വരുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾസ് ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. ഈസ്റ്റേൺ ഐലൻഡ്, ബെയർ ഐലൻഡ്, ബേർഡ് ഐലൻഡ്, ഇവിടെ കൂടെ ഒന്നും ചെയ്യില്ല, ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷെ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ആൻഡമാൻസ് അല്ലെ, അപ്പൊ ദ ആൻഡമാൻസ് എന്ന് പറയും. അപ്പൊ സിംഗിൾ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അല്ല ഗ്രൂപ്പ് ഓഫ് സംതിങ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാന്ന് പറയാണ്. അടുത്തത് ലാംഗ്വേജസ് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വെൻ റെഫറിങ് ടു ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. അതായത് ലാംഗ്വേജിനെ റെഫർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട, നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. അത് പറയുന്നത് ലാംഗ്വേജിനെയാണ് എങ്കിൽ അവിടെ ആർട്ടിക്കിൾ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. ഇവിടെ പറയുന്നുണ്ട് വെൻ റെഫറിങ് ടു പീപ്പിൾ ഓഫ് ദാറ്റ് ലാംഗ്വേജ്, എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ആ ലാംഗ്വേജ് പറയുന്ന അല്ലെങ്കിൽ ആ ലാംഗ്വേജിലെ ആളുകളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദ യൂസ് ചെയ്യാം. അപ്പൊ ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് പീപ്പിൾ എന്നാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ വെറുതെ ഇംഗ്ലീഷ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ദ ഇംഗ്ലീഷ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ഇംഗ്ലീഷ് പീപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ദ ഫ്രഞ്ച് പീപ്പിൾ, ആ ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ദ ഫ്രഞ്ച് എന്ന് പറയാം. അപ്പൊ അവിടെ അർത്ഥം വ്യത്യാസം വരും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്ന സമയത്ത്. സ്പോർട്സിന്റെ പേര് പറയുമ്പോൾ ആർട്ടിക്കിൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, അത് അവിടെ ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. അപ്പൊ ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കും, മിസ്റ്റേക്ക് ആയി വരും. നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ അത് മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പൊ എറർ കറക്ഷൻ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ക്രിക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അത് മിസ്റ്റേക്ക് ആയിട്ട് വരും. അടുത്ത ലാസ്റ്റ് പറയുന്നത് ജനറൽ നൗൺസ് യൂസ്ഡ് ഇൻ ജനറൽ സെൻസ്. ജനറൽ ആയിട്ട് പറയുന്ന നൗണുകളൊക്കെ വരുമ്പോൾ, അതായത് നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ലൈക്ക് സീസൺ, മീൽസ്, ഡ്രിങ്ക്സ്, ലാംഗ്വേജ്, ഗോഡ്, ലൈഫ്, മണി. ഇതൊക്കെ എന്താണ് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ കൂടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട കാര്യം. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. അപ്പൊ ദ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ മണി ഈസ് ഇമ്പോർട്ടന്റ്, ദ മണി ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഈ പറയുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള സംഭവമാണ് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദ ലൈഫ് എന്ന് പറയുമ്പോൾ അത് പെർട്ടിക്കുലറൈസ്ഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ദ ലൈഫ് എന്ന് പറയുമ്പോൾ അർത്ഥം തന്നെ മാറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആവണമെന്നില്ല, അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആവണമെന്നില്ല, മൊത്തം എല്ലാവരും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെ സൂചിപ്പിക്കാനായിട്ടാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിനി ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് വാസ് ഗുഡ് എന്ന് പറയുമ്പോൾ ആ കാലത്ത് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനെ സൂചിപ്പിക്കുക എന്നുള്ളതാണ്. ജനറൽ സെൻസിൽ പറയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം, ലൈറ്റ് ആയിരിക്കണം എന്നാ ഉദ്ദേശിക്കുന്നത്. മണി ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്താണ്, ആ ഒരു ജനറൽ സെൻസിലാണ് ആ പൈസയെ കുറിച്ച് പറയുന്നത്. ദ മണി ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും മണീനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിനെ കുറിച്ച് വീണ്ടും പറയുമ്പോഴായിരിക്കും ദ മണി എന്ന് പറയുക. അല്ലെങ്കിൽ ജനറൽ സെൻസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എക്സെപ്ഷൻ പറയുന്നത് യൂസ് ദ വെൻ നൗൺ ഈസ് പെർട്ടിക്കുലറൈസ്ഡ്. പെർട്ടിക്കുലറൈസ് ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നമുക്ക് ദ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. വെൻ നൗൺ റെഫേഴ്സ് ടു സംതിങ് സ്പെസിഫിക്, യൂസ് ദ. സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, വെൻ നൗൺ റെഫേഴ്സ് ടു സംതിങ് സ്പെസിഫിക്, ആ നൗൺ റെഫർ ചെയ്യുന്നത് ഏതെങ്കിലും സ്പെസിഫിക് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ ദ യൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈറ്റ് എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈറ്റ്
ബട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ദിസ് മോർണിംഗ് വാസ് ഹെവി. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ ദ പറയാൻ കാരണം? ബ്രേക്ക്ഫാസ്റ്റ് സാധാരണഗതിയിൽ ലൈറ്റ് ആയിരിക്കണം. പിന്നെ അടുത്ത് പറയണത് ബട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ദിസ് മോർണിംഗ്. അപ്പോ ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കാലത്ത് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് സ്പെസിഫിക് ആണ് അല്ലെ. ഞാൻ ഇന്ന് കാലത്ത് കഴിച്ച സാധാരണ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ എന്തായിരിക്കണം? ലൈറ്റ് ആയിരിക്കണം. അത് ജനറൽ സെൻസിൽ പറയാണ്. പിന്നെ പറയാണ് പക്ഷേ ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ദിസ് മോർണിംഗ് വാസ് ഹെവി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ദ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു ഐഡിയ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ റിവിഷൻ ടിപ്പും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇഫ് നൗൺസ് റെഫേഴ്സ് ടു സംതിങ് ജനറൽ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. ഇഫ് ഇറ്റ് റെഫേഴ്സ് ടു സംതിങ് സ്പെസിഫിക് ഓർ പെർട്ടിക്കുലർ നമുക്ക് ദ യൂസ് ചെയ്യാം. അതായത് ജനറൽ ടെൻസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ആർട്ടിക്കിളുമായിട്ട്, ആർട്ടിക്കിൾ ദ ആണ് നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.